നമസ്കാരം. 9 വാർത്ത ആരംഭിക്കുകയാണ്. നമുക്ക് വിശദമായി ലൈവ് റിപ്പോർട്ടുകളിലേക്ക് പോകും മുമ്പ് നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ വിധി ഇന്ന്. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് 35 വർഷത്തിന് ശേഷം കേസിൽ വിസ്തരിച്ചത് 19 പേരെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കളക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗം ഇന്ന്. SIR-ൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ചേരും. BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളിലും ചർച്ച. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാൻ SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും UDF കൺവീനർ അടൂർ പ്രകാശിനെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. എറണാകുളം വടക്കൻ പറവൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചതിൽ കൂടുതൽ നടപടിക്ക് കുടുംബം. പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ദൃശ്യ വധക്കേസ് പ്രതി വിനീഷിനെ ഇനിയും കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതി രക്ഷപ്പെട്ടത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന്. ഇറാനിലെ പ്രതിഷേധങ്ങൾക്കിടെ അമേരിക്കയുടെ ഇടപെടൽ. പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെച്ചാൽ ഇറാനെതിരെ നേരിട്ടിറങ്ങുമെന്ന് ട്രംപ്. യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് ഇറാന്റെ മറുപടി. അമേരിക്കയിൽ പുതുവർഷ രാത്രിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന് നീക്കം നടത്തിയെന്ന് കണ്ടെത്തൽ. FBI-യുടെ അടിയന്തര ഇടപെടൽ. ISIS പദ്ധതി പൊളിഞ്ഞു. ഒരാൾ അറസ്റ്റ്. വാർത്ത വിശദമായി പോവുകയാണ്. മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായിട്ടുള്ള തൊണ്ടിമുതൽ തിരിമറി കേസിൽ ഇന്ന് വിധിയാണ്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. 35 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി പറയുന്നത്. കേസിൽ കോടതി ക്ലർക്കായിരുന്ന ജോസ് 1-ാം പ്രതിയും ആന്റണി രാജു 2-ാം പ്രതിയുമാണ്. ലഹരിക്കടത്തിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി കൃത്രിമം നടത്തി എന്നാണ് കേസ്. പിന്നീട് മറ്റൊരു കേസിൽ പിടിയിലായ ഇയാൾ സഹതടവുകാരനോട് ഇക്കാര്യം പറഞ്ഞതോടുകൂടിയാണ് സംഭവം പുറത്തേക്ക് വരുന്നത്. ഇതേ തുടർന്ന് വലിയ തോതിൽ കേസന്വേഷണം നടന്നിരുന്നു എന്നാണല്ലോ. വളരെ നിർണായകമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇന്നത്തെ വിധി. നെടുമങ്ങാട് കോടതി വിധി പറയുമ്പോൾ അത് എന്തായിരിക്കുമെന്നുള്ളൊരു ആകാംക്ഷ സ്വാഭാവികമായും രാഷ്ട്രീയ കേരളത്തിനുമുണ്ട്. ആന്റണി രാജു MLA, മുൻ മന്ത്രി, ഇന്ന് തൊണ്ടിമുതൽ കേസിലെ വിധി കാക്കുകയാണ്. 35 വർഷത്തിന് ശേഷമാണ് വിധി പറയാൻ പോകുന്നത് ഈ കേസിൽ. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. 35 വർഷത്തിന് ശേഷം വിധി പറയുന്നു. ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് ഈ കേസിന് ആധാരം. ആ കേസിൻ്റെ പശ്ചാത്തലം ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത്രയും മാത്രം നീണ്ടു നിന്ന ഒരു നിയമ വ്യവഹാരത്തിനൊടുവിലാണ് ഇപ്പോൾ കേസിലേക്ക് വിധി പറയുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 35 വർഷം ഏറ്റവും ഒടുവിൽ ഇന്ന് വിധി പറയുന്നു എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. ആന്റണി രാജുവിന് നിർണായകമാണ്, സംശയമില്ല. അതിനുമപ്പുറത്തേക്ക് എപ്പോഴത്തേക്കാണ് ഈ കോടതി ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഒരു വിധി പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടത്? രാവിലെ 11 മണിയോടെ തന്നെ വിധി പ്രസ്താവം ഉണ്ടാകാനാണ് സാധ്യത. ആന്റണി രാജുവിന് പുറമെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ക്ലർക്ക് S ജോസ് എന്നിവരാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതൽ മോഷണ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനെ മയക്കുമരുന്നുമായി പിടികൂടുന്നത്. പക്ഷേ ഇയാളെ തിരുവനന്തപുരം സെഷൻസ് കോടതി ശിക്ഷിച്ചെങ്കിലും കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ തൊണ്ടിമുതൽ അയാൾക്ക് ധരിക്കാൻ പാകത്തിലുള്ള
അടിവസ്ത്രമായിരുന്നില്ല അത് എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ വെറുതെ വിടുകയായിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതലിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയരുകയും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ആ അന്വേഷണമാണ് ആന്റണി രാജു, അന്നത്തെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ക്ലർക്കിനെ സ്വാധീനിച്ച് ഈ തൊണ്ടിമുതലിൽ കൃത്രിമം വരുത്തിയാണ് ഈ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമം വരുത്തിയാണത് ഈ ഓസ്ട്രേലിയൻ പൗരന് പാകമായിരുന്നില്ല എന്ന് വരുത്തി തീർത്ത് എന്ന കണ്ടെത്തലിലേക്ക് എത്തിയത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ആരംഭിക്കുന്നത്. അങ്ങനെ ദീർഘവർഷം ഏതാണ്ട് 19 വർഷത്തോളം പൊടി പിടിച്ച് കിടന്ന ഒരു കേസ് പിന്നീട് മാധ്യമ വാർത്തകളെ തുടർന്ന് വീണ്ടും സജീവമാകുകയും നടപടികൾ വേഗത്തിലാക്കുകയുമായിരുന്നു. അങ്ങനെ ഒരു കേസിലാണ് ഇന്ന് കോടതിയുടെ നെടുമങ്ങാട് കോടതിയുടെ നിർണായകമായ വിധി വരാനിരിക്കുന്നത്. ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഏറെയധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു കേസിലാണ് ഇന്ന് വിധി വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 3 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഈ കേസിന്റെ വിധി പ്രസ്താവം നിർണായകമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. നിസ്സംശയം ആന്റണി രാജുവിന് വളരെ നിർണായകമാണ് ഈ കേസിലെ വിധി പ്രഖ്യാപനം. ആന്റണി രാജു ഉൾപ്പെടുന്ന ഈ കേസ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ 11 മണിയോടുകൂടി ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിദേശ പൗരനായിട്ടുള്ള ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ആൾക്ക് വേണ്ടി അടിവസ്ത്രം, അതായത് തൊണ്ടി മുതൽ അതിൽ കൃത്രിമത്വം നടത്തി എന്നുള്ളതാണ് കേസ്. 35 വർഷങ്ങളോളം നീണ്ടുനിന്ന സംഭവം. അതിനുശേഷം ഒടുവിൽ ഇപ്പോൾ വിധി പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്നു നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാൻ SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടായേക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ ഒരിക്കൽ SITക്ക് മുന്നിൽ ഹാജരായതാണല്ലോ പ്രശാന്ത്. അന്ന് അതിനുശേഷം പറഞ്ഞത് ഇനി എനിക്ക് കാണേണ്ടി വരില്ല എന്നാണ്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചെയ്യുന്ന സാഹചര്യം എന്താണ്? ഈ കമ്മീഷണർക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറിയില്ല എന്നുള്ളതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും SITക്ക് ചോദിച്ചറിയാനുണ്ടോ PS പ്രശാന്തിൽ നിന്ന്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഇടക്കാല റിപ്പോർട്ട് കൂടി ഒരാഴ്ചക്കകം ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കാം. ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കേസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ആരോപണ മുറിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വിശദമായി ഒരു തവണ കൂടി ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമുള്ള നീക്കത്തിലേക്ക് SIT കടക്കുന്നത് എന്നാണ് വിവരം. നേരത്തെ തന്നെ ഡിസംബർ മാസത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള വിമർശനം ഈ കേസ് പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരിൽ മാത്രം കേസ് ഒതുങ്ങി നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് ഉന്നതരിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന് കൃത്യമായി ഒരു മറുപടി എന്ന വണ്ണമാണ് ചടുല നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്ന് പിന്നീട് അങ്ങോട്ടുണ്ടായത്. അതിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തത തേടി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അടൂർ പ്രകാശിൽ നിന്ന് ചോദിച്ചറിയാനുള്ളത് സോണിയാഗാന്ധിയുടെ അടുത്ത് ഇദ്ദേഹം എത്താനിടയായ സാഹചര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താനിടയായ സാഹചര്യം, പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള വ്യക്തിബന്ധം ഏത് തരത്തിലാണ്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തത തേടിയാണ് അടൂർ പ്രകാശിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തുന്നത്. അതേസമയം PS പ്രശാന്ത് 2019 സമാനമായ തരത്തിലുള്ള പിഴവുകൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും നടന്നിട്ടുണ്ടോ, മിനിറ്റ്സ് രേഖകളിൽ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതായത് അത്തരത്തിൽ ബോധപൂർവമായ ഒരു പിഴവ് മിനിറ്റ്സ് രേഖകളിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് അന്വേഷണ സംഘത്തിന് സംശയമുള്ളത്. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ നോട്ടീസ് നൽകി ഇവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് SIT കടക്കാനാണ് സാധ്യത. ഡാനി, SIT വലിയ തോതിൽ പലപ്പോഴും കോടതിയിൽ നിന്നുൾപ്പെടെ വിമർശനം നേരിട്ട സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ സ്വർണം നഷ്ടമായി എന്ന് വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നഷ്ടമായ സ്വർണം വീണ്ടെടുക്കാനോ കണ്ടെടുക്കാനോ സാധിക്കാത്തൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൻ്റെ ഒരു ദിശ എന്താണ്? അത് ഈ സ്വർണം കണ്ടെത്തുക, ഇതിലെ ഗൂഢാലോചന, ഇതേത് ദിശയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്?
ഈ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതായത് ഇത് രാജ്യാന്തര മാർക്കറ്റിലേക്ക് പോയി അവിടെ ഈ രാജ്യാന്തര മാർക്കറ്റിൽ ഈ ആന്റീക്സിന്റെ വലിയ തരത്തിലുള്ള വിൽപ്പന നടക്കുന്ന, വലിയ തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്ന ശൃംഖലകളുണ്ട്. അങ്ങനെയുള്ള ശൃംഖലകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടു. ശബരിമലയിലെ ഇത്രയും പുരാതനമായൊരു ക്ഷേത്രത്തിലെ ഈ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഈ സ്വർണം, ആ മൂല്യം അത് വിൽപ്പനയ്ക്കായി ഒരു ട്രേഡ് മാർക്കായി അവർ ഉപയോഗിച്ചു എന്നൊരു സംശയമാണ് SITക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തൊണ്ടി മുതൽ എവിടെയെന്ന ചോദ്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ബെല്ലാരിയിലെ ജുവലറി ഉടമയായ ഗോവർദ്ധന്റെ ജുവലറിയിൽ പരിശോധന നടത്തിയ SIT സംഘം അവിടെ നിന്ന് കുറച്ച് സ്വർണം പിടിച്ചെടുത്തിരുന്നു. പക്ഷേ അതിന് ഈ കാണാതായ സ്വർണത്തിന് തത്തുല്യമായ സ്വർണം അവിടെ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തതെന്ന വിവരങ്ങളാണ് പിന്നീട് വന്നത്. അത് കൃത്യമായി ഈ നഷ്ടപ്പെട്ട സ്വർണം തന്നെ ആണോ അല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണരുകയും പിന്നീട് അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണമല്ല അത് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ തൊണ്ടി മുതൽ എവിടെ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വരുന്ന ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് സംബന്ധിച്ച പരാമർശങ്ങൾ, അതായത് ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്വേഷണം ആ ദിശയിലേക്ക് പോകുന്നതിനുള്ള പരിമിതികൾ എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ SITയുടെ സീൽ ചെയ്ത കവറിലെ റിപ്പോർട്ടിൽ സമഗ്രമായി തന്നെ പരാമർശിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും PS പ്രശാന്തിനും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ഒക്കെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ ഒരിക്കൽ SITക്ക് മുന്നിൽ എത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് SIT. ഡാൻ കുര്യനാണ് തിരുവനന്തപുരം ചേർന്നത്. പോറ്റിയെ കേറ്റിയെ പാട്ട് തന്നെയാണ് പുതുവർഷത്തിലും സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡിങ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ആണ് പാട്ടുമായി രംഗത്ത് വന്നതെങ്കിൽ പാരഡി ഒരുക്കിയിരിക്കുകയാണ് CPM-ഉം BJP-യും. CPM-നായി കുന്നമംഗലം ഏരിയ കമ്മിറ്റിയാണ് ഈ പാട്ട് ഒരുക്കിയിരിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പാടിയ പാട്ട് BJP-യും ഔദ്യോഗികമായി പുറത്തിറക്കി. പിണറായി വിജയൻ സർക്കാർ പോറ്റിയെ പോറ്റി വളർത്തിയത് UDF സർക്കാർ. പോറ്റിയെ ജയിലിൽ കയറ്റിയത് പിണറായി വിജയൻ സർക്കാർ പോറ്റിയെ പോറ്റി വളർത്തിയത് UDF സർക്കാർ. പോറ്റിയെ കേറ്റിയെ പോറ്റിയെ ജയിലിൽ കയറ്റിയെ പോറ്റിയെ കേറ്റിയെ പോറ്റിയെ ജയിലിൽ കയറ്റിയെ. സ്വർണം കട്ടവനാരപ്പ സുഖാക്കളാണേ അയ്യപ്പ. സ്വർണം കട്ടവനാരപ്പ സുഖാക്കളാണേ അയ്യപ്പ. സ്വർണം വിട്ടടുകാർക്കപ്പ കോൺഗ്രസിനാണേ അയ്യപ്പ. ലാഭം കൊയ്തവനാരപ്പ ഇന്ത്യ മുന്നണിയാണപ്പ. സ്വർണം മൊത്തം കട്ടപ്പ ഇന്ത്യ മുന്നണി കട്ടപ്പ. ഇവരെല്ലാം ഇന്ത്യ മുന്നണിയാണപ്പ. ഇവരെല്ലാം ഇന്ത്യ മുന്നണിയാണപ്പ. ഇനി BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ മികച്ച ജയം നേടാൻ കഴിഞ്ഞത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം സമ്മാനിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എത്താനിരിക്കെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. നടപ്പാക്കേണ്ട വികസന പദ്ധതികളും യോഗം വിലയിരുത്തും. അധികം വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് BJPയുടെ തീരുമാനം. VV അരുണാണ് ഈ വാർത്തയുടെ വിശദാംശം നൽകുക. അരുൺ, BJPയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ ഭരണം നേടാൻ കഴിഞ്ഞതിൻ്റെ വലിയ ആത്മവിശ്വാസം, അപ്പോൾ ഈ കോർ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക തിരുവനന്തപുരം കേന്ദ്രീകരിച്ച കാര്യങ്ങളാണോ, അതോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. കാരണം നേരത്തെ തന്നെ BJP ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആറുന്ന കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്ര ശേഖർ മാത്രമാണ്. അദ്ദേഹം
നേമത്ത് മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാധാരണ BJPയുടെ പാർലമെന്ററി ബോർഡ് ചേർന്നാണ് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ വളരെ മുമ്പ് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴക്കൂട്ടത്ത് വി മുരളീധരനും ഏറെക്കുറെ ഉറപ്പാണ്. അദ്ദേഹവും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്ന് പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ BJP ഇതിനകം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഇത്തവണ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് ഒരുപക്ഷെ വീണ്ടും മത്സരിച്ചേക്കും. അങ്ങനെ പല മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കാര്യത്തിൽ BJP ഏകദേശ ധാരണയായിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ, ശാസ്ത്രമംഗലം വാർഡ് കോൺഗ്രസ് ശ്രീലേഖയുടെ പേരാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഏതാണ്ട് എല്ലാവരും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കാൻ ഇടയുണ്ട്. പരമാവധി സീറ്റുകൾ ഇത്തവണ പിടിച്ചെടുക്കണം. തിരുവനന്തപുരത്തും തൃശൂരും ഏറ്റവും അധികം സാധ്യത BJP കാണുന്ന 2 ജില്ലകൾ. പാലക്കാടും ആലപ്പുഴയും ഇത്തവണ BJP പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരുപക്ഷെ ആലപ്പുഴയിൽ തന്നെ മത്സരിച്ചേക്കും. അങ്ങനെ പ്രധാന നേതാക്കളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയുടെ ഫലം മാറ്റിവെക്കാൻ BJPക്ക് നിരാശ നൽകുന്ന ഫലമാണ് സംസ്ഥാന വ്യാപകമായി നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും അതിലേക്ക് മറികടക്കാൻ തക്ക വിജയമാണ് തിരുവനന്തപുരം നഗരസഭ BJPക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ആ മാതൃകയിൽ കൂടുതൽ വിജയങ്ങൾ പിടിച്ചെടുക്കാനാകും BJP ശ്രമിക്കുക. അതിന്റെ തയ്യാറെടുപ്പുകൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ച് നിർണായക ചർച്ചകളും നടക്കും. തിരുവനന്തപുരം നഗരസഭാ ഭരണം പാളിച്ചകളില്ലാതെ പോരായ്മകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ യോഗമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ നേരത്തെ നേമത്ത് മത്സരിക്കുമെന്ന സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പതിവില്ലാത്ത കാര്യമാണ്. അതിനപ്പുറത്തേക്ക് തന്നെ ഇപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ എന്നുള്ള പേരുകളൊക്കെ നേരത്തെയും വരുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു A ക്ലാസ് മണ്ഡലങ്ങളെന്ന് അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെങ്കിലും ഈ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ? BJPയുടെ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകും? ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകാനിടയില്ല. പക്ഷേ അധികം വൈകാതെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യവും. നേതാക്കൾ സംസാരിക്കുമ്പോൾ അക്കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അധികം വൈകാതെ BJPയുടെ പ്രാഥമിക പട്ടിക പുറത്തു വരും. നമുക്കറിയാം കോൺഗ്രസും അടുത്ത ദിവസങ്ങളിൽ നാളെ വയനാട് യോഗം ചേരുകയാണ്. അവരും പ്രാഥമികമായ പട്ടിക നേരത്തെ തന്നെ ഇറക്കാനാണ് ആലോചിക്കുന്നത്. മറ്റു മുന്നണികൾ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തിറങ്ങാനാണ് BJPയും ശ്രമിക്കുന്നത്. അതിന്റെ അത്തരമൊരു മത്സരം ആ രീതിയിൽ കൂടി ഉണ്ടാകാം. കോൺഗ്രസും വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കാനാണ്. സീറ്റ് വിഭജനം, മുന്നണികളുടെ സീറ്റ് വിഭജനം അതിവൈകാതെ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതുപോലെ BJPയും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. CPMനും പ്രാഥമിക ചർച്ചകൾ ഇതിനകം പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിലൊക്കെ ഇതിനകം തന്നെ ഓരോ മണ്ഡലങ്ങളിലും ആരൊക്കെ നിൽക്കണമെന്നതിന് പ്രാഥമികമായ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടേം വ്യവസ്ഥയിൽ CPM ഇളവ് നൽകും. അതുകൊണ്ട് തന്നെ BJP ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ 35 സീറ്റ് ലഭിച്ചാൽ അധികാരത്തിലെത്താമെന്നൊക്കെ കെ സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും ഇത്തവണ അത്ര വലിയൊരു അവകാശവാദമൊന്നും BJP മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ 2 അക്കം എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് BJP നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് അവർ നടത്തുന്നത്. അതിനുള്ള തന്ത്രങ്ങളാകും അവർ ആവിഷ്കരിക്കുക. പ്രധാനമന്ത്രിയുടെ വരവിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായേക്കാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അയച്ച കത്തിൽ പോലും കേരളം മാറാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ പ്രഭാതം ഇവിടുത്തെ സ്ത്രീകളും യുവാക്കളും സ്വപ്നം കാണുന്നുവെന്ന് മോദി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അതിൽ പ്രതീക്ഷകൾ അവർക്കുണ്ട്. അത്തരം പ്രഖ്യാപനങ്ങൾ മോദി വരുന്നതോടുകൂടി ഉണ്ടാകും. അങ്ങനെ വളരെ പ്രത്യക്ഷത്തിൽ പ്രചരണ പരിപാടികളിലേക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങാനാണ് BJPയുടെ തീരുമാനം. റൈറ്റ്. VV അരുൺ എന്നാൽ BJPയുടെ കോർ കമ്മിറ്റി ചേരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മുന്നിൽ കണ്ടുള്ള ഒരു നീക്കങ്ങൾക്കാണ് സാധ്യത. ഉടൻ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ചും A ക്ലാസ് മണ്ഡലങ്ങളെങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വലിയ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലങ്ങളിലെങ്കിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിവേഗത്തിൽ പ്രചാരണം തുടങ്ങുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. VV അരുൺ വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത് നിന്ന്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കുമെന്ന കണക്കുകൂട്ടലിൽ ഒരുക്കങ്ങൾ ഊർജിതമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ പകുതിക്ക് മുൻപ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും യോഗമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്നത്. ജില്ലകളിലെ സുരക്ഷാ മുൻകരുതലുകളും ചർച്ചയാകും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന അടക്കമുള്ള നടപടികളും ഉടൻ ആരംഭിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആഴ്ചതോറുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഓഫീസിന് പൂട്ടിട്ടു.
യൂത്ത് ലീഗ് നേതാവിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ ലീഗ് ഓഫീസ് പൂട്ടിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബാഫക്കി തങ്ങൾ സൗധത്തിലെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പൂട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക അതിക്രമ പരാതിയിൽ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്താണ് കോന്നി സ്വദേശിയായിട്ടുള്ള ജോബി ജോസഫ്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭഛിദ്രത്തിന് മരുന്ന് എത്തിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ മൊഴി. കേസിൽ ജോബിക്ക് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവിടുന്നത്. പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ BJP ബൂത്ത് പ്രസിഡന്റ് ഒളിവിൽ. പാടൂർ സ്വദേശി സുരേഷിനെതിരെയാണ് കേസെടുത്തത്. പൊളിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് താനും മടക്കിയിരിക്കണു. കണ്ടില്ലേ ഞാന് പേടിച്ചിട്ട് ആദ്യം കരഞ്ഞപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല, ആരും കൂടെ വരില്ല. 3:30 ഉണർന്നത്. അറിയില്ല ഇത് പൊളിച്ച് ഉള്ളിൽ കയറിയാ? ഇത് പൊളിച്ചു. ഞാൻ കെട്ടിയതാണ്. അതല്ലേ ഇതൊക്കെ പൊളിച്ചു. ഇത് പൊളിച്ചിട്ട് അതല്ലേ എന്താ വന്ന് പറഞ്ഞാത്തോന്ന് എന്തൊക്കെ പറഞ്ഞു? അയ്യോ പറഞ്ഞു ഇയാളെ കണ്ടു. പാലക്കാട് ആലത്തൂരിലാണ് ഈ വയോധികയ്ക്ക് നേരെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള പരാതി വരുന്നത്. BJP ബൂത്ത് പ്രസിഡന്റാണ് പാടൂർ സ്വദേശി സുരേഷ്. ഇയാൾക്കെതിരെയാണ് കേസെടുത്തത്. പ്രജിത്ത് വിവരങ്ങൾ നൽകും. പ്രജിത്ത്, ഇത് എപ്പോഴാണ് സംഭവം? രാത്രിയാണ്, അതായത് മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആലത്തൂർ ബത്തേരിയിലെ പഞ്ചായത്തിലെ 2ാം വാർഡിലെ BJP ബൂത്ത് പ്രസിഡന്റാണ് സുരേഷ്. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങളും പുറമ്പോക്കിൽ ഷീറ്റിട്ട് കിടക്കുകയായിരുന്നു. ഷീറ്റ് മേഞ്ഞ വീട്ടിലാണ് ഈ വയോധിക കിടക്കുന്നത്. വയോധികയുടെ വീട്ടിലേക്ക് അതിക്രമിക്കുകയും അവരെ അതിക്രമത്തിന് മുദ്രിക്കുകയുമാണ് സുരേഷ് ചെയ്തിരിക്കുന്നത്. ഒറ്റ ശേഷം ആളുകൾ ഓടിക്കൂടിയ ശേഷമാണ് സുരേഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിൽ DYFIന്റെ ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി അത് ആലത്തൂരിൽ കേസെടുത്തുണ്ട്. ഇപ്പോൾ സുരേഷ് ഒളിവിലാണ്. പ്രജിത്ത്, ഈ മദ്യപിക്കുന്ന ദൃശ്യം വന്ന അന്ന് തന്നെയാണോ ഈ വയോധികയ്ക്കെതിരെ അതിക്രമം ഉണ്ടായത്? ഇത് മിനിഞ്ഞാന്ന് രാത്രിയാണ്. അതായത് രാവിലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിവരം പുറത്തറിയുന്നത്. സമീപവാസികൾ അറിഞ്ഞെങ്കിലും അത് അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം പുറത്തു വരികയും പോലീസിലേക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ശരി ശരി, ഓക്കെ. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്. റിമാൻഡിലിരിക്കെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യാപത കേസ് പ്രതി വിനീഷിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിക്കായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇയാൾ എപ്പോഴാണ് രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തതക്കുറവുണ്ട്. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് ടൈൽ ഇളക്കി മാറ്റി ഭിത്തി തുറന്നാണ് വിനീഷ് രക്ഷപ്പെട്ടത്. 5 ദിവസം മുമ്പാണ് ഇയാൾ ചാടിയത്. ട്രെയിനുകളിലും ബസ് സ്റ്റേഷനുകളിലും ഇയാൾക്കായി തെരച്ചിൽ തുടരുന്നുണ്ട്. എറണാകുളം വടക്കൻ പറവൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചുവെന്ന പരാതിയിൽ കൂടുതൽ നടപടിക്ക് കടക്കുകയാണ് കുടുംബം. പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം. കാവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ,
ഈ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരായിട്ട് പരാതി, അവിടെ ഈ സ്ത്രീ പ്രസവത്തിനായി എത്തുന്നു, അമിത രക്തസ്രാവം ഉണ്ടായി, അത് വേണ്ട സമയത്ത് ബന്ധുക്കളെ അറിയിച്ചില്ല, ഒന്ന് അവിടെ ആവശ്യത്തിന് രക്തമുണ്ടായിരുന്നില്ല, ഇത്തരം കുറേ കാര്യങ്ങൾ. മാത്രമല്ല ആംബുലൻസ് വരാനും വൈകി, വെന്റിലേറ്റർ സൗകര്യമുള്ള മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനും. അപ്പോൾ ഇവരെങ്ങനെയാണ്? നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള ആലോചനയിലാണോ? ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കാവ്യയുടെ പിതൃ സഹോദരൻ രമേശൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും കാവ്യയ്ക്ക് രണ്ടാമത് പ്രസവമാണിത്. ഈ പ്രസവത്തിൽ പ്രസവശേഷം രക്തസ്രാവം അമിതം ആയതിനെ തുടർന്ന് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അപ്പോഴും കുടുംബം ഇവരോട് ചോദിക്കുന്നുണ്ട്, ഇത് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയില്ലേ, അതല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണ്ടേ? കാരണം രക്തം പോലും ആവശ്യത്തിന് അവിടെ അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യവും കുടുംബാംഗങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, വളരെ ക്രിട്ടിക്കലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് കാവ്യയുടെ കുടുംബം ഇത് മറ്റൊരു ആശുപത്രിയിലേക്ക്, കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റട്ടെ എന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും നിരീക്ഷണത്തിലാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വരും. അതേസമയം കാവ്യയ്ക്ക് അപൂർവമായ തരത്തിലുള്ള രക്തസ്രാവമാണ് ഉണ്ടായതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഡോൺ ബോസ്കോയിലെ തന്നെ ഡോക്ടർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി. പക്ഷെ അതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ശേഷം അത് പുറത്തു വന്ന ശേഷമാണ് മരണകാരണം വ്യക്തമാവുക. ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന, രക്തം കട്ടപിടിക്കുന്ന തരത്തിലുള്ള, പെട്ടെന്ന് കട്ടപിടിക്കാൻ താമസിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖം കാവ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാരുടെ നിരീക്ഷണം. അത് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പക്ഷേ അത് ഓവർ ബ്ലീഡിംഗ് എന്ന് കണക്കാക്കാൻ പറ്റില്ല. അതേസമയം ഇത്തരം അത് സിസേറിയൻ ആയപ്പോഴേക്കും ഉണ്ടായിരുന്ന ഒരു രക്തസ്രാവം അത് അമിതമായ ഒരു സാഹചര്യത്തിലാണ് അത് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അങ്ങനെയാണ്. അതായത് പ്രസവശേഷവും രക്തസ്രാവം തുടർന്നതിനെ തുടർന്ന് ഗർഭപാത്രം നീക്കം ചെയ്തു. തുടർന്നും അത് നിയന്ത്രിക്കാനാവുന്ന തരത്തിലേക്ക് നിയന്ത്രണാതീതമായി പോയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് ഹൃദയാഘാതമുണ്ടായ മരണം സംഭവിക്കുന്നത്. എന്തായാലും ഈ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. എന്നിരുന്നാലും ഈ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത്തരം, അതായത് ഈ ഡെലിവറിയുമായി ബന്ധപ്പെട്ട, പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ എടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരം ടെസ്റ്റുകളും വിലയിരുത്തലുകളും ഒക്കെ നടത്തേണ്ടതാണ്. ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്തരം അപൂർവ രോഗങ്ങളുണ്ടോ, രക്തം കട്ടപിടിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലോട്ട് ചെയ്യുന്നതുമായ രോഗങ്ങളുണ്ടോ, ഇത്തരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ടെസ്റ്റുകളുണ്ട്. അതിലൊക്കെ ഇതും പെടുന്നതാണ്. പക്ഷെ അത്തരം അസസ്മെന്റുകളും വിലയിരുത്തലുകളും ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ചികിത്സാ പിഴവ് തന്നെയാണ് എന്നുള്ള നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും. കൂടുതൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. അതുമാത്രമല്ല, മറ്റ് ഈ കാവ്യ അതീവ ക്രിട്ടിക്കൽ ആയിരുന്ന ഒരു സാഹചര്യത്തിലും കുടുംബം ചോദിക്കുന്നുണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന്. അതിനും ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല എന്നുള്ള പരാതിയും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്തായാലും ചികിത്സാ പിഴവാണെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. നിഷേധിക്കുന്ന ഒരു ആശുപത്രി അധികൃതർ സ്വാഭാവികമായിട്ടും കുടുംബങ്ങളോട് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി അറിയിച്ചില്ല എന്നുള്ള പരാതി അത് ഗൗരവമുള്ളതാണ്. മാത്രമല്ല ആംബുലൻസൊക്കെ ഈ കാലഘട്ടത്തിലും സമയത്ത് കിട്ടാതെ വരുന്ന മണിക്കൂറോളം കാത്തിരിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേരളീയർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കാണാനുള്ള തീരുമാനത്തിലാണ് കുടുംബം. ആജ്ഞയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അമ്പലപ്പുഴയിൽ അഭിഭാഷകയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുന്നപ്ര, പറവൂർ, തൂക്കുകുളം, ചിത്തിരയിൽ അജികുമാറിന്റെ മകൾ അഡ്വക്കേറ്റ് അഞ്ജിത ബി ആണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:00 കൂടിയായിരുന്നു ഈ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത്. പുന്നപ്ര പോലീസ് അന്വേഷണം തുടങ്ങി. എറണാകുളം കളമശ്ശേരിയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. കളമശ്ശേരി സ്വദേശി സാജുവാണ് മരിച്ചത്. അതിവേഗത്തിലെത്തിയ സ്വിഫ്റ്റ് കാറ് മുന്നിൽ സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. സ്വിഫ്റ്റ് കാറ് പിന്നീട് മറ്റൊരു വാഹനത്തിലും ഇടിച്ചു. സാജുവിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്നയാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്.
മകരവിളക്കടുത്തതോടെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹമാണ്. ഇന്നലെ 98,475 പേരാണ് ദർശനം നടത്തിയത്. സമാനമായുള്ള തിരക്ക് ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ തിരക്ക്, ഇതുവരേക്കുമുള്ള ഏറ്റവും വലിയ തിരക്ക് ഇന്നലെയാണ് അനുഭവപ്പെട്ടത്. 98,000-ലധികം തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ തീർത്ഥാടകർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പമ്പയിൽ 10 സെഗ്മെന്റുകളായിട്ടാണ് തരംതിരിക്കാനുള്ള 6 സെഗ്മെന്റ് വരെ ഇതുവരെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പമ്പയിൽ നിന്നും 10-15 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇനി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ നിര ഇപ്പോൾ മരക്കൂട്ടവും പിന്നിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ ഈ തിരക്ക് കൂടുതൽ തുടർന്നു കഴിഞ്ഞാൽ നിലയ്ക്കൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്താൻ നിലവിലെ സാഹചര്യത്തിൽ 7-8 മണിക്കൂർ ഭക്തർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ദർശനത്തിന് സുഗമമായ സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരുവാൻ സമയമെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിലും ഈ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി മകരവിളക്കിനോട് വളരെ കുറച്ച് ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തങ്ങി പർണശാല കെട്ടി തമ്പടിച്ച് ഇവിടെ നിൽക്കുന്നൊരു സാഹചര്യമാണ് മുൻപൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ട അത്രയും വലിയൊരു തീർത്ഥാടകർ ഒഴുക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. എന്നാലും ഇവിടെ ഇപ്പോൾ മണിക്കൂറിൽ 4,000-നും 5,000-നും തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തെത്തുമ്പോൾ 18-ാം പടിയിൽ 1 മിനിറ്റിൽ 70-നും 80-നും ഇടയിൽ തീർത്ഥാടകരെ കയറ്റിവിടുന്നതാണ് പോലീസിന്റെ കണക്ക്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇവിടെ എത്തുന്നവർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും തീർത്ഥാടകരുടെ തിരക്ക് അത് വലിയ തോതിൽ തന്നെ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും വലിയ നിയന്ത്രണങ്ങൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിക്കെതിരെ ആഞ്ഞടിച്ച് BJP ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. ഉമർ ഖാലിദിന് അയച്ച കുറിപ്പിനെതിരെയാണ് വിമർശനം. BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയാണ് രംഗത്തെത്തിയത്. कोई भी व्यक्ति अगर एक आरोपी को समर्थन देता है, भारत के अंदरूनी मामलों पे टिप्पणी करता है, तो ये भारत बर्दाश्त नहीं करेगा. भारत के हर नागरिक को भारत की न्यायपालिका पे पूर्ण विश्वास है. कौन होता है एक भारी व्यक्ति हमारे लोकतंत्र पे और हमारी न्यायपालिका पे सवाल उठाने वाला, और वो भी उस व्यक्ति के समर्थन में खड़ा होता है जो भारत के टुकड़े करना चाहता है. ये उचित नहीं है, मर्यादापूर्ण नहीं है. और भारत की संप्रभुता की अगर बात आएगी तो 140 करोड़ भारतीय श्री नरेंद्र मोदी जी के नेतृत्व में एक साथ खड़े होंगे. അജയ് സുധാബിച്ചു വിവരങ്ങൾ നൽകും. അജയ്, വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുകയാണല്ലോ. എന്തൊക്കെയായിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് BJP വക്താവ് പറഞ്ഞത്? എൽദോ, നിലവിൽ സുഹ്റാൻ മംദാനിക്കെതിരെ BJP ഇത്തരത്തിൽ ആഞ്ഞടിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഒമർ ഖാലിദിന് സുഹ്റാൻ മംദാനി അയച്ച ഒരു കത്താണ്. ഈ കത്തനുസരിച്ച് പറയുന്നത് ഈ ഒമർ ഖാലിദിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്താണിത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ US സന്ദർശിച്ചിരുന്നു. അപ്പോൾ സുഹ്റാൻ മംദാനി ഇവരെ സന്ദർശിച്ച ശേഷം ഇവരുടെ പക്കലാണ് ഇത്തരമൊരു കത്ത് കൊടുത്തയക്കുന്നത്. ഇതിനു മുൻപ് 2023 ഒരു പൊതുചടങ്ങിലും ഒമർ ഖാലിദിന് പിന്തുണയുമായി സുഹ്റാൻ മംദാനി എത്തിയിരുന്നു. അതായത് 2020 ഒമർ ഖാലിദ് ഡൽഹിയിൽ ജയിലിലാകുന്നത്. ഡൽഹി കലാപത്തിന് ഇയാൾ ആസൂത്രണം ചെയ്തു. അതിന് പല ഹേറ്റഡായിട്ടുള്ള പല വീഡിയോകളും അതുപോലെ തന്നെ വിദ്വേഷപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി എന്നുള്ള രീതിയിലാണ് UAPA ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇയാളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിചാരണയും നടന്നിട്ടില്ല. ഇതിനിടയ്ക്ക് രണ്ട് തവണയും പിന്നെ ഈ ഡിസംബറിൽ സഹോദരിയുടെ കല്യാണം പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഒമറിന് ജാമ്യം ലഭിച്ചത്. അപ്പോൾ ഈയൊരു വ്യക്തിക്ക് വേണ്ടി 2023 തന്നെ സുഹ്റാൻ മംദാനി സംസാരിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ന്യൂയോർക്കിൽ എത്തിയപ്പോൾ ഒരു കുറിപ്പ് സുഹ്റാൻ മംദാനിക്ക് നൽകുന്നതിനായി ഈ സുഹ്റാൻ മംദാനി ഈ ഒമർ ഖാലിദിന് കൊടുക്കാനായി മാതാപിതാക്കളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. അപ്പോൾ ഈയൊരു കത്ത് കൊടുത്ത വിഷയത്തിലാണ് നിലവിൽ
മംദാനിക്കെതിരെ BJP ആഞ്ഞടിച്ചിട്ടുള്ളത്. BJPയുടെ ദേശീയ വക്താവായിട്ടുള്ള ഗൗരവ് ഭാട്ടിയയാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും പുറത്തു നിന്നുള്ള ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് ഒരിക്കലും രാജ്യം സഹിക്കില്ല. മംദാനി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ പിന്തുണ നൽകുന്ന വ്യക്തി ഒമർ ഖാലിദ് ഇന്ത്യയെ വിഭജിക്കാൻ, ഇന്ത്യക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നയാളാണ്. ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് പിന്തുണ നൽകുന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും ഗൗരവ് ഭാട്ടിയ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ അഖണ്ഡതയുടെ കാര്യം വരുമ്പോൾ രാജ്യത്തെ 140 കോടി ജനങ്ങളും നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കും. അതുകൊണ്ട് മംദാനിയുടെ ഈ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു നിലപാട് തന്നെയാണ് നിലവിൽ ഈ വിഷയത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് 2023 മംദാനി ഈ ഒമർ ഖാലിദിന് പിന്തുണ അർപ്പിച്ച ആ ഒരു ചടങ്ങ് നോക്കുകയാണെങ്കിൽ അത് ഹൗഡി ഡെമോക്രസി എന്ന പേരിൽ നടത്തിയ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി തന്നെ US-ൽ നരേന്ദ്രമോദി 2023 സന്ദർശനം നടത്തുന്നതിന് മുന്നോടിയായി നടത്തിയ ഒരു പരിപാടിയാണ്. അതായത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് അവിടെയുള്ള ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഇന്ത്യൻ സംഘടനകളാണ് ഇത്തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ വിശിഷ്ട അതിഥിയായിട്ടായിരുന്നു അന്ന് മംദാനി എത്തിയത്. മാത്രമല്ല, നമ്മൾ ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒമർ ഖാലിദിന് ജാമ്യം നൽകണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അയാളെ വിചാരണയ്ക്ക് വിധേയനാക്കി കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് US-ലുള്ള ചില നേതാക്കൾ എല്ലാം ചേർന്ന് ഇപ്പോൾ ന്യൂയോർക്കിലുള്ള ഇന്ത്യൻ അംബാസഡറായിട്ടുള്ള വിനയ് ക്വാത്രയ്ക്ക് കത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മംദാനി മാത്രമല്ല മറ്റ് ചില നേതാക്കൾ കൂടി ഒമർ ഖാലിദിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറം. റൈറ്റ്, അജയ് സുധാവിജാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയാണ് BJP. അശ്ലീല ഉള്ളടക്കം നീക്കണമെന്നാവശ്യപ്പെട്ട് ഇലോൺ മസ്കിന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. സ്ത്രീകളെ ലക്ഷ്യമിട്ട് അശ്ലീലവും അനുചിതവുമായിട്ടുള്ള ഉള്ളടക്കം സൃഷ്ടിക്കാനും പങ്കുവയ്ക്കാനും എക്സിന്റെ AI സേവനമായിട്ടുള്ള ഗ്രോക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ പുതുവർഷ രാത്രിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന് നീക്കം നടത്തിയെന്ന കണ്ടെത്തൽ. തകർത്തത് FBI-യുടെ അടിയന്തര നടപടിയാണ്. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. I'm here to announce, in partnership with the Mint Hill Police Department and the FBI, that we have foiled a terrorist attack that was planned to take place on New Year's Eve in Mint Hill, North Carolina. The defendant here is an 18-year-old named Christian Sturdivant. He has been planning this attack for about a year, but he's been planning an attack for far longer than that. He was planning this attack in support of ISIS, and we have charged him with attempting to provide material support to a foreign terrorist organization. He started reading ISIS material, started going to ISIS websites, making TikTok videos, and eventually reached out to what he thought was a member of ISIS. In reality, was an undercover agent with NYPD in New York. അജയ് സുധാബിജു വീണ്ടും വിവരങ്ങൾ നൽകാൻ ചേരും. അജയ്, ഈ ഇത്തരത്തിലൊരു ആക്രമണ സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നു FBI. എങ്ങനെയാണ് ഇത്? ഏതാണ്ട് 1 വർഷത്തോളം നീണ്ട ആസൂത്രമാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതെ, ഈ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ ക്രിസ്ത്യൻ സ്റ്റഡ്വണ്ട് എന്ന് പറയുന്ന കൗമാരക്കാരൻ, ഇയാളെ FBI നീണ്ട കാലയളവായി നിരീക്ഷിച്ചു വരികയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2022 മുതൽ തന്നെ ഇയാൾ FBI-യുടെ റഡാറിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം. ഇയാൾ ഓൺലൈൻ വഴി ISIS-നോട് പ്രചോദനമുള്ള ചില ദൃശ്യങ്ങളും അതുപോലെ തന്നെ ടിക്ടോക്ക് വീഡിയോകളും എല്ലാം കണ്ടിരുന്നു. ഇതുവഴിയാണ് ഇയാൾക്ക് ആ സംഘടനയോട് ഒരു ആകർഷണം തോന്നുകയും അവരുടെ പ്രവർത്തനങ്ങൾ പങ്കാളികളാകാൻ വേണ്ടി ഓൺലൈൻ വഴി ഇവരുമായി ഒരു ബന്ധം പുലർത്തുന്നത്. ഇയാളുടെ ഓൺലൈൻ ബന്ധങ്ങളിൽ ഒരു ISIS-ന്റെ പ്രതിനിധിയുമായി ഇയാൾ ഒരു ചങ്ങാത്തം പുലർത്തിയിരുന്നു. ഇയാളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ന്യൂ ഇയർ ദിനത്തിൽ ന്യൂയോർക്കിൽ ഒരു ആക്രമണം നടത്താനായി പദ്ധതിയിട്ടിരുന്നത്. US-ലുള്ള പുതുവത്സര ആഘോഷങ്ങൾക്കിടെ ഇയാൾ കറുത്ത മാസ്കും അതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് കയ്യിൽ ഒരു ഹാമറും അതുപോലെ തന്നെ ഒരു കത്തിയും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ആക്രമിച്ച് വീഴ്ത്തുകയായിരുന്നു ഉദ്ദേശം. അതായത് ആളുകൾക്ക്
ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പലരെയായി കുത്തി വീഴ്ത്തുകയും അതുപോലെ തന്നെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തി അവസാനം പോലീസിന് കീഴ്പ്പെട്ട് സ്വയം ജീവനൊടുക്കി മരിക്കുക, ഇതായിരുന്നു ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ FBI ഇയാളുടെ വീട് പരിശോധിച്ചിരുന്നു. ഡിസംബർ 29-ാം തീയതിയാണ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഇയാളുടെ വീട്ടിൽ നിന്ന് ISISുമായി ബന്ധം പുലർത്തുന്നതിൻ്റെ പല തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചില ലഘുലേഖകൾ, അതുപോലെ തന്നെ ഈ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ച കത്തി, അതുപോലെ ചുറ്റിക, പിന്നെ വസ്ത്രം എന്നിവ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ഓൺലൈൻ ബന്ധങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. ഓൺലൈനിൽ ഇയാൾ ബന്ധപ്പെട്ട ISISുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി അതാരാണ് എന്നതിനെ പറ്റിയിട്ടും നിലവിൽ FBI അന്വേഷണം നടത്തി വരികയാണ്. FBIക്ക് വേണ്ടി US സ്റ്റേറ്റ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ വിവരം നിലവിൽ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വിഷയത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഡിയോകൾ കണ്ട് ടിക്ടോക്ക് വഴിയും അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴിയും പ്രചരിക്കുന്ന വീഡിയോകൾ കണ്ട് കൂടുതൽ കുട്ടികൾ ഈ പ്രചോദനപ്പെട്ട് ഈ ഒരു സംഘടനയിലേക്ക് പോകാനുള്ള സാധ്യതകളും പരിശോധിച്ച് വരികയാണ്. റൈറ്റ്. അജയ് സുധാബിജു, ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇറാനിൽ നടക്കുന്നത് വമ്പൻ അട്ടിമറി നീക്കമെന്ന റിപ്പോർട്ടുകൾ. പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്നാണ് ഇറാന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഖമനി ഭരണകൂടം ഇറങ്ങിപ്പോകണമെന്നും ഷാ ഭരണകൂടം തിരികെ വരണമെന്നുമാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അതേസമയം ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഒരു പ്രദേശം മുഴുവൻ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഇറാന്റെ മറുപടി. ഒരിക്കൽ കൂടി അജയ്, ഇത് ഈ വലിയ തോതിലുള്ള നാണയപ്പെരുപ്പം ഇതിലൊക്കെ തുടങ്ങിയ ഒരു പ്രതിഷേധമാണ്. അതിപ്പോൾ വിദ്യാർത്ഥികൾ പങ്കുചേരുന്നു. അങ്ങനെ വലിയ തോതിൽ ഇനിയിപ്പോൾ ഇറാന്റെ ഔദ്യോഗിക ഭാഷ്യം അനുസരിച്ചാണെങ്കിൽ സായുധരായിട്ടുള്ള പ്രക്ഷോഭകാരികളുണ്ട്. അപ്പോൾ അവിടെ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ. എന്താണ് ഇവിടെ അമേരിക്കയുടെ ഒരു ഇടപെടൽ സാധ്യതയും ഇറാന്റെ മറുപടിയും എങ്ങനെ? ഇറാനിൽ ഈ പ്രതിഷേധങ്ങൾ നടന്നു വരുന്ന ഈ സാഹചര്യം അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. അതായത് ഇപ്പോൾ ഗാസ സമാധാന പദ്ധതി അനുസരിച്ചുള്ള 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നിലവിൽ നടത്തിയ ഈ ഇസ്രായേലും അമേരിക്കയുമായി നടന്ന ചർച്ചകളിൽ ഇസ്രായേൽ എടുത്തു കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ സാന്നിധ്യം. ഇതിനിടയ്ക്ക് ഇറാൻ ഒരു ഭീഷണിയായി വരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ US-നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഇറാനുള്ളിൽ ഇത്തരത്തിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനു മുൻപേ തന്നെ ഇപ്പോൾ ഇറാൻ കറൻസിയുടെ ഒരു കൂപ്പുകുത്തലാണെങ്കിലും ഇൻഫ്ലേഷൻ നിരക്കാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും അതെല്ലാം രാജ്യത്ത് വളരെ വലിയൊരു പ്രശ്നമായി തന്നെ വന്നിരുന്നു. ഡിസംബർ 28 മുതലാണ് ഈ വലിയൊരു പ്രക്ഷോഭം ആരംഭിച്ചത്. ഈ പ്രക്ഷോഭകാരികൾ അതിനുശേഷം കൂടുതൽ ശക്തി പ്രാപിക്കുകയും തുടർന്ന് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം വലിയൊരു സംഘർഷം ഉണ്ടാവുകയും 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മരണസംഖ്യ 8 എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഇറാനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇറാൻ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ചും US-നെതിരെ ഇറാൻ ആഞ്ഞടിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രസ്താവനയ്ക്കെതിരെ കൃത്യമായ മറുപടി നൽകുന്നത് അലി ലാരിജാനി എന്ന് പറയുന്ന ഇപ്പോൾ ഇറാൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങൾ കുറിച്ചതനുസരിച്ച് US അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി, US സൈനികരെ നിങ്ങൾ സുരക്ഷിതരായി സംരക്ഷിച്ചുകൊള്ളൂ. US ഇതിനു മുൻപ് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഗാസയിലും സമാധാന ഇടപെടലുകൾ നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഇറാനിലുള്ള പൗരന്മാർക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ശക്തമായിട്ടുള്ളൊരു മറുപടി US-ന് നൽകിയിട്ടുണ്ട്. അതുപോലെ US ഇവിടെ ഇടപെടാൻ ശ്രമിച്ചാൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് ഈ പ്രക്ഷോഭങ്ങൾ വഴിമാറും. അത് മേഖലയിലെ സമാധാനത്തിനെ തന്നെ പൂർണ്ണമായിട്ടും തകർക്കും എന്നുമാണ് നിലവിൽ ഇറാൻ മറുപടി നൽകിയിട്ടുള്ളത്. ട്രംപിൻ്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു പ്രകോപനപരം തന്നെയായിരുന്നു. അതായത് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ, അവർക്കെതിരെ നിറയൊഴിക്കാൻ ശ്രമിച്ചാൽ അവിടെ US നേരിട്ടിറങ്ങും, US പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകും എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് മുന്നോട്ട് പറഞ്ഞത്. എന്നാൽ ഈ ഇറാൻ ഭരണകൂടം നേരത്തെ വ്യക്തമാക്കുന്ന അവർ പല ആവർത്തി അവർ
പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഉള്ളിലുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ US-ഉം ഇസ്രായേലും പെരുപ്പിച്ച് കാട്ടാൻ ശ്രമിക്കുന്നു. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ വീഡിയോകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതെല്ലാം US പുറത്തുവിട്ട AI ദൃശ്യങ്ങളാണ് എന്നും ഒരു പടി കൂടി കടന്ന് ഇറാൻ പറഞ്ഞിരുന്നു. എന്തായാലും രാജ്യത്തിനുള്ളിൽ പ്രതിഷേധം ശക്തമാണ് എന്നത് ഒരു വസ്തുതയാണ്. അവിടെയുള്ള ഇൻഫ്ലേഷൻ നിരക്കാണെങ്കിലും അപ്പോൾ റിയാലിൻ്റെ മൂല്യം ഇനി കുറഞ്ഞ് ഏതാണ്ട് 1 മില്യണിന് മുകളിൽ ഒരു വരെ വാല്യൂ ഇടിയുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊക്കെ രാജ്യത്തിനകത്ത് ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വ്യാപാരികൾക്കിടയിലാണ് ഈ പ്രശ്നം ആദ്യം തുടങ്ങുന്നത്. പിന്നീട് അത് വിദ്യാർത്ഥികളിലേക്ക് കൂടി പടരുകയായിരുന്നു. പിന്നീട് അത് വലിയ പ്രക്ഷോഭമായി തന്നെ വഴിമാറി. ഇപ്പോൾ ഇറാൻ പ്രതിനിധികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് വ്യാപാരികളുടെ ആശങ്കകളെ പരിഹരിക്കാൻ തങ്ങൾ തയ്യാറാണ്. എന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ തങ്ങൾ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. തങ്ങൾ ഒരിക്കലും അംഗീകരിച്ച് നൽകാത്ത കാര്യങ്ങളാണ് എന്നതാണ് ഇറാൻ പറയുന്നത്. അതായത് ഈ പ്രക്ഷോഭകാരികളെ, പ്രധാനമായിട്ടും വളർന്നു വന്ന ജെൻസി പ്രക്ഷോഭകാരികളെ രാജ്യവിരുദ്ധ ശക്തികളായി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് തടിയൂരാനും ഇറാന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം നടക്കുന്നുണ്ട്. ശരി, അജയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്ന വിവരങ്ങളുമായി. ഇനി മെക്സിക്കോയെ പിടിച്ചുകുലുക്കിയ ഒരു ഭൂചലനം ഉണ്ടായി. അവിടെ 2 പേർ മരിച്ചു. പുതുവർഷത്തിൽ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയിൻബോമിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ഈ ഭൂചലനം ഉണ്ടായത്. തുടർന്ന് പ്രസിഡന്റിനെയും മാധ്യമപ്രവർത്തകരെയും അടിയന്തരമായി പുറത്തേക്കിറക്കുന്ന സാഹചര്യമുണ്ടായി. Muy pronto, espero la próxima semana, lunes o martes. Hoy está temblando. A ver, con tranquilidad. ¿Dónde está? ഒരിടവേള കൂടി. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എനിക്ക് ഇതിൻ്റെ ചാർജ് തന്നതിന് ശേഷം പരമാവധി UDF-ന് ലഭിക്കാവുന്ന വോട്ടുകൾ ഞങ്ങൾ സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 10ആയിരുന്ന സീറ്റ് ഇത്തവണ 19 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ BJP-യുടെ ഇവിടുത്തെ വിജയത്തിൽ CPM-നൊരു പങ്കൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ വാർഡ് ബേസിൽ തന്നെ പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച പല സീറ്റുകളുമാണ് ഇത്തവണ ഇത് തോറ്റുപോയത്. നേരെ മറിച്ച് UDF ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയ ചില സീറ്റുകൾ പോലെ ഇത്തവണ ഞങ്ങൾ ജയിച്ചു. ഉദാഹരണത്തിന് പട്ടം, മുട്ടട വാർഡുകളിലൊക്കെ കഴിഞ്ഞ തവണ ഞങ്ങൾ 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഞങ്ങൾ ജയിച്ചു നല്ല മാർജിനോടുകൂടി. അപ്പോൾ തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം CPM BJP ആയിട്ട് നടന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. പക്ഷെ അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് നിയമവും തൃശ്ശൂരും അതിന് സമാനമാണ് തിരുവനന്തപുരത്തും. അപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ, കഴിഞ്ഞ തവണ നിയമത്തെ BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അവരുടെ കഴിവാന്നല്ലേ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ എന്താ, 2016 കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകൾ ആണ് BJP-യെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിലേക്ക് വോട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ BJP പരാജയപ്പെട്ടു. അത് ഇപ്പോഴെങ്കിലും സംഭവിച്ചല്ലോ. പിന്നെ തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ BLO-മാരൊക്കെ എവിടെ പോയിരുന്നു എന്ന്. BLO-മാരിൽ എല്ലാവരും BJP-കാരാണ്. എത്ര BLO-മാരുണ്ടാവും BJP-യുടെ സംഘടനയിൽപ്പെട്ടവർ? മഹാഭൂരിപക്ഷം CPM-മാരായിരുന്നു. ഇതൊക്കെ കൂട്ടുകച്ചവടമാണ്. അത് മറച്ചു വയ്ക്കാൻ പച്ചക്കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് CPM-ഉം BJP ആയിട്ടുള്ള വോട്ട് കച്ചവടമാണ്. അല്ല, ഞാൻ പറയാം, കഴിഞ്ഞ തവണ ലോക്സഭയിൽ BJP നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക്. വട്ടിയൂർക്കാവിൽ അവർക്ക് 8000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ
അത് ഇത്തവണ 5700 വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ. അതുപോലെ തന്നെ നേമത്തും കഴിഞ്ഞ തവണത്തെ 20,000 ലീഡിലുണ്ടോ തവണ, അതും താഴേക്ക് പോയില്ലേ. അപ്പോൾ എവിടെയാണ് BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ള എവിടെയാണ്? കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 51 സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിൽ കുറഞ്ഞില്ല. അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ UDF ഇപ്പൊ തന്നെ കലഹം തുടങ്ങിയെന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട. ഞങ്ങൾ ലീഗുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങളും കേരള കോൺഗ്രസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ അതുപോലെയാണ് CPM CPI ആയിട്ട് വെള്ളാപ്പള്ളിനെ കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിന്റെ പേരെ ഡിബേറ്റ് നടക്കുകയല്ലേ. ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എങ്ങനെ? അതിന്റെ മറുപടി വിനോയ് വിശ്വൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വിനോയ് വിശ്വൻ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് പറയുന്നത് UDFൽ കെട്ടുറപ്പില്ല. UDFന് ഒരു കുഴപ്പമില്ല. ഈ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം എന്താണ് തോന്നുന്നത്? ഇങ്ങനെ നിരന്തരം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകർ തീവ്രവാദി എന്നോട് വരെ വിളിച്ചു. എന്താണ് വിളിക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും. അത് അങ്ങനത്തെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവന്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ടാവും. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം. ഒരിക്കലും അദ്ദേഹം വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധം ഉണ്ടായിട്ട്. അപ്പോ അദ്ദേഹം പറയുന്ന CPMനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് മൗനം പാലിക്കും. അതിൽ CPMന് ഉത്തരവാദിത്വം ഉണ്ടാക്കാര്യത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നു. അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. അദ്ദേഹം മുമ്പേ അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനെ വന്ദിക്കാനുമില്ല. എന്നാൽ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ഉള്ള പ്രതികരണമായിരുന്നു അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത്. മൂന്നാറിൽ KSRTCയുടെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ് നിരത്തിലിറങ്ങി. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനങ്ങോട് സെൻട്രൽ വർക്സിൽ നിർമ്മിച്ച ബസ് കഴിഞ്ഞ ദിവസം മൂന്നാർ ഡിപ്പോയിൽ എത്തിച്ചിരുന്നു. വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് മൂന്നാറിൽ KSRTC ബസ് ഡബിൾ ഡെക്കർ ബസ്സുകൾ സർവീസിന് ഇറക്കിയത്. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കരുത്തേകാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ KSRTC ഇവിടെ എത്തിച്ച റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് വലിയ വിജയമായതോടെയാണ് രണ്ടാമതൊരു ബസ് കൂടി സർവീസ് ആരംഭിച്ചത്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിലെത്തും. പുതിയ ബസ് സർവീസിന്റെ ഉദ്ഘാടനം A. രാജ MLA നിർവഹിച്ചു. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവം നൽകുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ്സും ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ അനുവദിച്ച ബസ്സാണെങ്കിൽ വമ്പൻ ഹിറ്റായി. ഇവിടെ വരുന്ന ഒരാൾ, മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ഒരാൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ നിർമ്മിച്ച ബസ് കഴിഞ്ഞ ദിവസമാണ് ഡിപ്പോയിലെത്തിച്ചത്. വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് KSRTCയുടെ ഡബിൾ ഡക്കർ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. രാവിലെ 8 മണി, 11:30, വൈകിട്ട് 3 മണി എന്നിങ്ങനെയാണ് പുതിയ ബസിന്റെ സമയക്രമം. രാവിലെ 9, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4 മണി എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത്. നിറത്തിലുള്ള മാറ്റമൊഴിച്ചാൽ നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിന് സമമാണ് രണ്ടാമത്തേതും.
താഴത്തെ നിലയിൽ 11, മുകളിൽ 39 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമീകരണം. പുറംകാഴ്ചകൾ പൂർണ്ണമായി കാണാനാവുന്ന രീതിയിലാണ് ഇരു ബസ്സുകളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 8 സർവീസ് ആരംഭിച്ച ആദ്യ ബസ്സിന്റെ ഇതുവരെയുള്ള വരുമാനം 1.25 കോടിയിലേക്ക് അടുക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. 9 വാർത്തയുടെ സമയയുടെ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ഫ്രണ്ട്സിൽ TG സജിത് ചേരും.